റിമാൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം തുടരുന്നു. ബംഗ്ലാദേശിന്റെ തീരമേഖലയിലാണ് റിമാൽ ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുന്നത്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി 16 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലക്ഷക്കണക്കിന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടോ? ആര്യ, കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ റിമാൽ ചുഴലിക്കാറ്റ് ദുരന്തം ഇപ്പോഴും അത് തുടർച്ചയാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് ഇത് ആദ്യ ഘട്ടത്തിൽ നാശം വിധിച്ചത്. അവിടെയാണ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുകയും വലിയ തോതിൽ കാറ്റും മഴയും ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അത് ബംഗ്ലാദേശിലേക്ക് അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്ക് മാറിയിട്ടുണ്ട്. ആ ബംഗ്ലാദേശിലും ഇപ്പോൾ കനത്ത നാശം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ കടപുഴകി വീണു, വൈദ്യുതി ലൈനുകൾ താഴെ വീണു, ടെലിഫോൺ ടവറുകളെല്ലാം നാശോന്മുഖമായിട്ടുണ്ട്. വലിയ തോതിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷത്തിൽ പരം വീടുകളാണ് അവിടെ നാശോന്മുഖമായിരിക്കുന്നത്. അതിൽ 35,000 വീടുകൾ പൂർണ്ണമായും ബംഗ്ലാദേശിൽ നശിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുമായി നിരവധി ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ അതിലും മുകളിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉയരുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോഴും നാശനഷ്ടം തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നിരവധി വീടുകൾക്ക് മരങ്ങൾ കടപുഴകി വീണു. നിലവിൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി 16 മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇവിടേക്ക് നിരീക്ഷണം ശക്തമാക്കിയ സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ ബംഗ്ലാദേശിലും കനത്ത നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. മൺസൂണിന് മുമ്പ് ലഭിക്കുന്ന അതിശക്തമായ ഒരു ചുഴലിക്കാറ്റാണ് ഈ റിമാൽ ചുഴലിക്കാറ്റ്. ഈ റിമാൽ ചുഴലിക്കാറ്റിൽ ഇപ്പോൾ നിലവിൽ 16 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആര്യ, ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ